ഏപ്രിൽ 14 വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 12 1 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ബഥാനിയിൽ എത്തുന്നതോടെയാണ്. അവൻ ലാസറിനെയും മാർത്തായെയും മറിയത്തെയും സന്ദർശിക്കാൻ വന്നതാണ്. വർഷങ്ങളായി അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. യേശുവിനെ കാണാൻ അവർ മേശയ്ക്ക് ചുറ്റും കൂടി. മാർത്ത ദിവസത്തിൻ്റെ ഭൂരിഭാഗവും യേശുവിനായി പ്രത്യേക ഭക്ഷണം തയ്യാറാക്കാൻ ചെലവഴിച്ചു. അവർ മേശയ്ക്കരികിൽ കൂടിയിരിക്കുമ്പോൾ മറിയം വിലയേറിയ സുഗന്ധ തൈലത്തിൻ്റെ ഒരു പാത്രവുമായി യേശുവിൻ്റെ അടുത്തെത്തി. അവൾ യേശുവിൻ്റെ കാൽക്കൽ മുട്ടുകുത്തി. പിന്നെ തൈലത്തിൻ്റെ പാത്രം തുറന്ന് അവൻ്റെ പാദങ്ങൾ കഴുകാൻ തുടങ്ങി. തുടർന്ന് അവൾ അവൻ്റെ പാദങ്ങളിൽ വിലയേറിയതും അസാധാരണവുമായ തൈലം പൂശി. മറിയം യേശുവിൻ്റെ പാദങ്ങൾ കഴുകരുതായിരുന്നു. അത് അടിമകൾക്കും ദാസന്മാർക്കും വേണ്ടിയുള്ള ഒരു ജോലിയായിരുന്നു. കുടുംബത്തിലെ ഒരംഗമല്ല അത് ചെയ്യുക. എന്നാൽ മറിയം യേശുവിൻ്റെ പാദങ്ങൾ കഴുകുക മാത്രമല്ല, തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കാനും ധൈര്യപ്പെട്ടു. എത്ര സ്നേഹമായ പ്രവൃത്തി! അതിഥികളിൽ പലരും അത്ഭുതപ്പെട്ടു. എന്താണ് മറിയം ചിന്തിക്കുന്നത്? അവളുടെ പ്രവൃത്തി പൂർണ്ണമായും അനുചിതമായിരുന്നു. എന്നിരുന്നാലും ആരും ഒരു വാക്കുപോലും പറഞ്ഞില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഈ വിലയേറിയ തൈലം എന്തുകൊണ്ട് വിറ്റ് ദരിദ്രർക്ക് നൽകിയില്ല എന്ന് യൂദാസ് ഇസ്കറിയോത്ത് ചോദിച്ചു. നാർഡിൻ എന്നും മസ്ക്രൂട്ട് എന്നും വിളിക്കപ്പെടുന്ന നാർഡ് ഹിമാലയത്തിൽ വളരുന്ന വലേറിയൻ കുടുംബത്തിലൊരു പുഷ്പസസ്യമാണ്. ഇത് വളരെ ചെലവേറിയതാണ്. യേശുവിൻ്റെ പാദങ്ങളിൽ പൂശാൻ മറിയം 1 പൗണ്ട് ശുദ്ധമായ സുഗന്ധദ്രവ്യമാണ് ഉപയോഗിച്ചത്. ഇത്രയും സുഗന്ധദ്രവ്യത്തിന് ഏകദേശം 300 ദിനാറ് വിലയുണ്ട്. അത് 1 വർഷത്തെ വേതനത്തിന് തുല്യമാണ്. അക്കാലത്ത് ഒരു കർഷക തൊഴിലാളിക്ക് 12 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടിയിരുന്നത് 1 ദിനാറിയസ് ആയിരുന്നു. ദരിദ്രരുടെ ഒരു ചാമ്പ്യനെ പോലെയായിരുന്നു യൂദാസ് സംസാരിച്ചത്. എന്നാൽ വാസ്തവത്തിൽ ആ തൈലം വിറ്റ് പണം സ്വയം പോക്കറ്റിലാക്കാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. കാരണം പണസഞ്ചിയുടെ ചുമതല യൂദാസിനായിരുന്നു. പണം ചെലവഴിക്കുന്നതിൽ യൂദാസ് അസ്വസ്ഥനാണെന്ന് യേശുവിനറിയാമായിരുന്നു. മറിയത്തെയും അവളുടെ കരുണാമയവും സ്നേഹനിർഭരമായ പ്രവൃത്തിയെയും യേശു പ്രതിരോധിക്കുന്നു. അവൻ്റെ പാദങ്ങൾ കഴുകി അഭിഷേകം ചെയ്തുകൊണ്ട് മറിയം ഈ ലളിതവും സ്നേഹനിർഭരവുമായ പ്രവൃത്തിയിലൂടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു വലിയ സമ്മാനം കർത്താവിന് നൽകി. യേശു യൂദാസിൻ്റെ കപടതയെ നേരിടുന്നു. മറിയത്തെ വെറുതെ വിടാൻ അവൻ യൂദാസിനോട് ശക്തമായി പറയുന്നു. യേശുവിൻ്റെ ശവസംസ്കാര ദിവസത്തേക്കുള്ള തൈലം അവൾ ഉപയോഗിക്കുന്നതായിരുന്നു. യൂദാസിൻ്റെ ഹൃദയം മാറിപ്പോയെന്ന് യേശുവിനറിയാമായിരുന്നു. എന്നിട്ടും യേശു യൂദാസിനെ സ്നേഹിച്ചു. യൂദാസ് ഇനി യേശുവിനോടും ദൈവജനത്തോടും പ്രതിജ്ഞാബദ്ധനല്ലാത്തതിൽ യേശു വളരെയധികം ദുഃഖിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു യൂദാസ് ഉണ്ടോ? നമ്മെ വേദനിപ്പിച്ചതോ ഒറ്റിക്കൊടുത്തതോ ആയ ഒരാൾ. ആ വ്യക്തിയോട് ക്ഷമിക്കാൻ നാം തയ്യാറാണോ? നമ്മുടെ ഹൃദയം ക്ഷമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവ് യേശു നമുക്ക് നൽകും. നമ്മൾ ചെയ്യേണ്ടത്
ചോദിക്കുക മാത്രമാണ്. കർത്താവ് അനുഗ്രഹം തരും. എല്ലാവർക്കും വിശുദ്ധവാരത്തിൻ്റെ നന്മകൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.